കട്ടപ്പന ട്രൈബൽ സ്കൂളിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തിക്കുന്നത് ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിൽ. LP വിഭാഗത്തിന്റെ കെട്ടിടത്തിന് മുകളിലൂടെ അപകടകരമായ രീതിയിൽ 3 ഫേസ് വൈദ്യുതി ലൈൻ. നിരവധി പരാതികൾ കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് നൽകിയിട്ടും നടപടിയില്ല. സംഭവം വാർത്തയായതിന് പിന്നാലെ സ്കൂളിലെ 2 പ്രശ്നങ്ങളും പരിഹരിക്കാൻ മന്ത്രി റോഷി അഗസ്റ്റിൻ വളരെ പെട്ടെന്ന് നിർദ്ദേശവും നൽകി. കട്ടപ്പന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ LP വിഭാഗം കുട്ടികൾ പഠിക്കുന്ന കെട്ടിടത്തിന് മുകളിലൂടെ പോകുന്ന 3 ഫേസ് ലൈനാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. കെട്ടിടവും വൈദ്യുതി ലൈനുകളും തമ്മിൽ മീറ്ററുകളുടെ വ്യത്യാസം മാത്രം. എപ്പോൾ വേണമെങ്കിലും അപകടമുണ്ടായേക്കാവുന്ന സാഹചര്യം. കൂടാതെ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തിക്കുന്നത് ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിലുമാണ്. 2019-ലാണ് സ്കൂൾ കെട്ടിടത്തിന്റെ പിൻഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടാവുകയും അപകട സാഹചര്യം ഉടലെടുക്കുകയും ചെയ്തത്. ഈ അധ്യയന വർഷത്തിൽ കെട്ടിടത്തിന് ഫിറ്റ്നസും നഷ്ടപ്പെട്ടു. 300-ലധികം കുട്ടികളാണ് ഫിറ്റ്നസ് നഷ്ടപ്പെട്ട കെട്ടിടത്തിൽ ജീവൻ പണയം വെച്ച് പഠിക്കുന്നത്. ഇരു വിഷയങ്ങളിലും നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. സംഭവം വാർത്തയായതിനു പിന്നാലെ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടപെടൽ. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ഇവിടെ എത്തിയത്. അപ്പോൾ നമുക്ക് സ്കൂളിന്റെ മുറ്റത്തോടെയാണ് പോകുന്നത്. ഹൈറ്റ് ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ കാണുന്നതനുസരിച്ച് ഷീറ്റിന്റെ മുകളിൽ നിന്നുള്ള ഹൈറ്റും അത്ര പോരാ. അപ്പോൾ ആ നിലയിൽ ഇത് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനാവശ്യമായ നടപടി ഉടനെ സ്വീകരിക്കേണ്ടതുണ്ട്. KICB എക്സിക്യൂട്ടീവിനോട് ഞാൻ രാവിലെ തന്നെ സംസാരിച്ചു. ബന്ധപ്പെട്ട AEയും ഉൾപ്പെടെയുള്ള സബ് എഞ്ചിനീയേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. സ്കൂൾ അധികൃതർ ഇവിടെ ഉണ്ട്. LP സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ പോകുന്ന വൈദ്യുതി ലൈൻ മാറ്റുന്നതിന് വേണ്ട തുക MLA ഫണ്ടിൽ നിന്ന് നൽകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രഖ്യാപിച്ചു. കല്ലും മണ്ണും നീക്കം ചെയ്യാൻ ടെൻഡർ നൽകിയ കരാറുകാരുമായി സംസാരിച്ച് ഉടൻ പ്രവൃത്തികൾ ആരംഭിക്കാനും നിർദ്ദേശം നൽകി. ഇരു വിഷയങ്ങളിലും മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർക്ക് സ്കൂൾ അധികൃതർ നേരത്തെ പരാതി നൽകിയിരുന്നു. സംഭവം വാർത്തയായതിന് പിന്നാലെ മാത്രമാണ് മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായതും. ജനം, ഇടുക്കി.